സൗത്ത് ആഫ്രിക്കയിലെ സൺസിറ്റിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ലോങ് ഡ്രൈവിന് ശേഷം നമ്മളിപ്പോൾ സൺസിറ്റിയിലെത്തി. സൺസിറ്റിയിലെ റേറ്റും കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു തരാം. അഡൾട്ട്സിന് 470 സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് വീക്കെൻഡ് വരുന്നത്, അതായത് ഇന്ത്യൻ റുപ്പീസ് 2674 രൂപ. അതുപോലെ കിഡ്സിന് 370 റാൻഡ്, അതായത് ഇന്ത്യൻ റുപ്പീസ് 2105 രൂപ. വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ റേറ്റ് കുറവാണ്. അതുപോലെ ഈ ടിക്കറ്റിൽ 80 റാൻഡിൻ്റെ ഫുഡ് വൗച്ചർ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് സൺസിറ്റിയിലുള്ള ഏത് റെസ്റ്റോറൻറ്റിൽ പോയി വേണമെങ്കിലും കഴിക്കാം. ടിക്കറ്റ്സ് നമ്മൾ suninternational.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഒന്നുമില്ല. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നിന്നൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, അതാണ് ഇത്ര ക്യൂ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബസ്സിൽ വേണം സൺസിറ്റിയുടെ വെൽക്കം സെൻറ്ററിലേക്ക് പോകാനായിട്ട്. ഈ ബസ് ഫ്രീ ഷട്ടിൽ സർവീസാണ്. മുമ്പ് ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു, സ്കൈ ട്രെയിൻ എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ വർക്കിംഗ് അല്ല കുറച്ച് നാളായിട്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇനി വെൽക്കം സെൻറ്ററിലേക്ക് പോവാണ്. നമ്മളങ്ങനെ വെൽക്കം സെൻറ്ററിലെത്തി. ഇവിടെ ഹോട്ടലുകളും അതുപോലെ കോൺഫറൻസ് സെൻറ്ററൊക്കെ ഉള്ള കാരണം ബസ്സിൽ കയറുന്നതിനേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക അത് വെൽക്കം സെൻറ്ററിലേക്ക് പോകുന്ന ബസ് തന്നെയല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളിനി വെൽക്കം സെൻറ്ററിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടിക്കറ്റിൽ 80 റാൻഡിൻ്റെ ഫുഡ് വൗച്ചർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വെൽക്കം സെൻറ്ററിൽ ടിക്കറ്റ് പ്രോ എന്ന കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അവർ ആ ഫുഡിൻ്റെ ഒരു കാർഡ് നമുക്ക് തരും. ഈ ഫുഡ് വൗച്ചർ നമുക്ക് സൺസിറ്റിയുടെ ഉള്ളിൽ ഏത് റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിലും പോയി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് സൺ സെൻട്രൽ എന്ന ഏരിയയിലാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റുകളും കളിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ ബിസിനസ് കോൺഫറൻസ് സെൻറ്ററും ഇവിടെ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് വാലി ഓഫ് വേവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വേവ് പൂൾ ഏരിയയിലേക്കാണ്. അതൊരു ബീച്ച് പോലെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വാട്ടർ സ്ലൈഡുകളും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ഒരു ഏരിയ ആണ്. സൺസിറ്റിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ വേവ് പൂളും അതുപോലെ മറ്റ് വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ ആയിരുന്നു മൊട്ടാപ്പിയുടെ മെയിൻ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ പോയി വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം മതി ബാക്കി എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളൊക്കെ പാസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊട്ടാപ്പി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. വാട്ടർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൺസിറ്റിയുടെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ഒരു കോട്ടയുടെ അല്ലെങ്കിൽ പാലസിൻ്റെ റൂയിൻസൊക്കെ പോലെയാണ് ഇവരിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഒരു കോട്ടയുടെ അല്ലെങ്കിൽ പാലസിൻ്റെ ഉൾഭാഗം പോലെയാണ് ഇവിടെ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല രസമുള്ളൊരു കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ ഏകദേശം വാലി ഓഫ് ദ വേവ്സിൻ്റെ ഏരിയയ്ക്ക് എത്താറായി. അതിനു മുമ്പ് ഇവിടെ നമ്മുടെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫുഡൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു മായ ലോകത്തെത്തിയ പോലെയുള്ള ഒരു ഫീലാണ് ഇതിനുള്ളത്. ഇങ്ങനെ രണ്ട് സൈഡിലും ആനകളുടെ പ്രതിമകളൊക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റിനുള്ളിൽ കോട്ടയുടെ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ഈ ജംഗിൾ ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള കോട്ടയുടെയൊക്കെ ആ ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഈ സൺസിറ്റി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് മലകളുടെ ഇടയിലുള്ള ഒരു ലൊക്കേഷനിൽ കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് പിലാനിസ്ബർഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ബുഷ് അഥവാ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമ്മളിനി വാലി ഓഫ് വേവ്സ് എന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന എൻട്രൻസിലൂടെയാണ് നമ്മളിനി വാലി ഓഫ് വേവ്സിലേക്ക് പോകുന്നത്. അവിടെ അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ സ്ലൈഡുകളും ഒക്കെ ഉള്ള ഏരിയ കൂടിയാണ്. ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റെസ്റ്റ് റൂമും സൗകര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം.
അതിനോട് തൊട്ടടുത്ത് തന്നെ ലോക്കർ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ബാഗും അതുപോലെ വാല്യുബിൾസും ഒക്കെ നമുക്ക് സേഫായിട്ട് ലോക്കറിൽ വെക്കാവുന്നതാണ്. അതിന് ഡെയിലി റെൻ്റൽ ആണ് ഇവിടെ അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെയാണ് ലോക്കർ റെൻ്റൽസിന് എടുക്കുന്ന കൗണ്ടർ. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അവർ ലോക്കറിൻ്റെ നമ്പറും അതുപോലെ കയ്യിൽ കെട്ടുന്ന ഒരു ബാൻഡ് തരും. ആ ബാൻഡാണ് ലോക്കറിൻ്റെ കീ. ഈ ബാൻഡ് നമ്മുടെ ലോക്കറിൻ്റെ ഡോറുമേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ അൺലോക്ക് ആവും. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാഗും വാല്യുബിൾസും ഒക്കെ ഈ ലോക്കറിനുള്ളിൽ വെച്ചതിന് ശേഷം ഡോറൊന്ന് ക്ലോസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നതായിരിക്കും. ഈ ലോക്കറുകൾ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലഗേജ് അനുസരിച്ച് ഏത് ലോക്കർ വേണമെന്ന് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് ലോക്കേഴ്സിന് ഡിഫറെൻറ്റ് റെൻ്റൽസ് ആണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി വേവ് പൂളിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ സൺബാത്തൊക്കെ ചെയ്ത് കിടക്കുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇവിടെ അവർ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് വേവ് പൂളിൽ ഒരുപാട് ആളുകളുണ്ട്. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ വലിയ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു വേവ് പൂൾ തന്നെയാണിത്. മാത്രമല്ല ഒരു ബീച്ച് വൈബാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ വേവ് പൂളിൻ്റെ മുകളിലൂടെ സിപ്പ് ലൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടി ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു വീക്കെൻഡ് മൊത്തം സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മഴയൊക്കെ പെയ്ത കാരണം ഇവിടെ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കളിച്ചപ്പോൾ മൊട്ടാപ്പിക്ക് തണുത്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലുള്ള കളികൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചു. ഇനി കുറച്ച് നേരം ഇവിടെ മണലിൽ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. സാധാരണ ബീച്ചിൽ കാണുന്ന പോലെയുള്ള മണലല്ല ഇവിടെ ഉള്ളത്. കുറച്ച് ചരലൊക്കെ പോലെയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കാലിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചപ്പോൾ ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ ഇനി എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് മതി അടുത്ത ആക്ടിവിറ്റി. നമ്മുടെ കയ്യിൽ ഫുഡ് വൗച്ചേഴ്സ് ഉള്ള കാരണം ഇവിടെയുള്ള സ്റ്റിയേഴ്സ് എന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഒരാളുടെ വൗച്ചർ ഉപയോഗിച്ച് ഒരു ബർഗർ വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ. ഇതൊരു തൽക്കാല ശമനത്തിന് വേണ്ടി മാത്രമുള്ള സ്നാക്സാണ്. ഇതിന് ശേഷം എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് പ്രോപ്പർ ലഞ്ച് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു ചിക്കൻ ബർഗറും ചിപ്സും ഓർഡർ ചെയ്തു. ഇവിടെ ക്യൂലൊന്നും നിൽക്കാതെ തന്നെ സെൽഫായി ഓർഡർ ചെയ്ത് പേ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പുറത്ത് പോയി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇവിടെ ഈ മുകളിൽ കാണുന്നത് ബാർ ഏരിയ ആണ്. അതുപോലെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ റോയൽ ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഏരിയ കൂടി ഉണ്ട്. കുട്ടികളും അതുപോലെ മുതിർന്നവരുമൊക്കെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ചെയ്യുന്ന കണ്ടപ്പോൾ മൊട്ടാപ്പിക്കും അത് ചെയ്താലോ എന്ന് തോന്നി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പോയിട്ട് കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബർഗറും ചിപ്സും കിട്ടിയിട്ടുണ്ട്. ഇനി സോസ് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെയിൻ ലഞ്ച് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാനാണ് പ്ലാൻ. ഇതിപ്പോൾ ചെറിയൊരു സ്നാക്സ് പോലെയാണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബർഗറും ചിപ്സും. നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊട്ടാപ്പിക്ക് ഇനി സിപ്പ് ലൈൻ ആക്ടിവിറ്റി ചെയ്താലോ എന്ന് തോന്നി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിനി മുകളിലേക്ക് കയറി പോകണം. നമ്മൾ വരുന്ന സമയത്ത് വാല്യൂ വേവ്സിലേക്ക് കയറിയ എൻട്രൻസിൻ്റെ തൊട്ടടുത്താണ് ഈ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന എൻട്രൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അവിടെ പോയി അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അതിന് പേയ്മെൻറ്റ് ചെയ്യണം.
മാത്രമല്ല അവിടെ ഒരു ഇൻഡെംനിറ്റി ഫോം കൂടി സൈൻ ചെയ്യണം. അതായത് ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ നമ്മൾ തന്നെ അതിന് ഉത്തരവാദി എന്ന് നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ഗേറ്റുകൾ കണ്ടോ, നമ്മൾ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ കിങ് കോങ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയ ഗേറ്റുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജംഗിൾ ബുക്ക് വൈബാണ് ഇവിടെ ഉള്ളത്. ഒരു ഫോറസ്റ്റിനുള്ളിൽ പാലസ് അല്ലെങ്കിൽ കോട്ടയുടെ റൂയിൻസ്, അങ്ങനെയാണ് ഇവരിവിടെ ഇങ്ങനെ പണിത് വെച്ചിട്ടുള്ളത്. ഒരു വെറൈറ്റി അനുഭവം തന്നെയാണോ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മൊട്ടാപ്പിയുടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റിയും അതുപോലെ സൺസിറ്റിയിലെ കൂടുതൽ വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതുപോലെയുള്ള രസകരമായ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.